എനിക്ക് തോന്നിയത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെടുത്തും നമുക്ക് എന്ത് കാര്യവും പറയാൻ പറ്റും. ഇപ്പോൾ പ്രീതേട്ടന് എൻ്റെ അടുത്ത് പല സീനുകളും വിനീത ഈ ഡയലോഗ് വേണോ, അത് നമുക്ക് ഇങ്ങനെ മാറ്റിയാലോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുണ്ട്. എനിക്ക് പ്രീതേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറയാം. വിനോദേട്ടന് നമ്മൾ രണ്ടുപേരെടുത്തും പറയാം. നമ്മുടെ എഡിറ്റർ രഞ്ജേട്ടൻ നമ്മളെ രണ്ടുപേരെ ഇരുത്തി ചീത്ത പറയാറുണ്ട്. അപ്പോൾ ഷാനാണെങ്കിലും ഷാൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. പിന്നെ ജോമോൻ്റെ ഒരു പ്രസൻസ് ഓരോ കാര്യത്തിലും പ്രീതേട്ടൻ കൺസീവ് ചെയ്യുന്നൊരു സീൻ ജോമോൻ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജോമോൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, അങ്ങനെ ഒരു അല്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ തന്നെ ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഓരോ ഇപ്പം ആൾക്കാർ പ്രേക്ഷകർ ചിരിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാത്രമല്ല, പലരും ഇതിനകത്ത് പലതും ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ രഞ്ജേട്ടനാണെങ്കിൽ തന്നെ എഡിറ്റിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് ഭയങ്കര സപ്പോർട്ട് തോന്നുന്നുണ്ട്. ജോമാനായാലും വളരെയധികം ചില ഫ്രെയിമുകൾ ജോമാൻ നമ്മളുടെ ചില സീൻസിന് ഭയങ്കരമായിട്ട് ജോമൻ്റെ വർക്ക്, ചില കാര്യങ്ങൾ ഷാൻ്റെ മ്യൂസിക്കും ജോമോൻ്റെ സിനിമാറ്റോഗ്രഫിയും രഞ്ജേട്ടൻ്റെ എഡിറ്റിങ്ങും തമ്മിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട്. അവരുടെ അതിൻ്റെ ഒരു താളം, ആ മൂന്ന് പേർക്കൊരു താളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെനിക്ക് ആദ്യത്തെ തട്ടം തൊട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മൂന്നുപേരും തമ്മിലുള്ളൊരു ഒരാളെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ല, അവർ തമ്മിൽ എനിക്കൊന്ന് പരസ്പരം മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം രഞ്ജേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഷാനും അല്ലെങ്കിൽ ജോമോൻ ഷൂട്ട് ചെയ്തത് എന്താണ് എന്നുള്ളത് രഞ്ജേട്ടനും ഒക്കെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. അല്ല, രഞ്ജേട്ടനെ പോലെ സീനിയർ ആയിട്ടുള്ളൊരു എഡിറ്റർ ഇപ്പോൾ ഈ സീക്വൻസ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല, ഇതിന് ഷാനിന് എനിക്കൊരു മ്യൂസിക് ചെയ്തു തരാൻ പറ, അതിനനുസരിച്ച് ഞാൻ നോക്കാം എന്നൊക്കെ പറയുമല്ലോ രഞ്ജേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു അത് നമ്മൾ ചില സീൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആദ്യം ഒരു റഫായിട്ടൊരു സാധനം കൊടുത്തിട്ട് ഇതിനൊരു മ്യൂസിക് എന്നിട്ട് അതനുസരിച്ച് എഡിറ്റ് ചെയ്യാന്നുണ്ട്. അതെ, അതൊക്കെ ഭയങ്കര. അതേപോലെ രഞ്ജേട്ടൻ എഡിറ്റ് ചെയ്ത വിഷ്വൽസ് ആണെങ്കിലും ഷാൻ്റെ ഒരു മൊബൈലിലൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ടെമ്പോ എന്താണെന്ന് ഇങ്ങനെ നോക്കി അത് കണ്ടുപിടിച്ചിട്ട് അതിന് ആ ടെമ്പോയിലൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എഡിറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് മ്യൂസിക്കും പോവും, മ്യൂസിക്കിനുള്ള ഏരിയാസ് എഡിറ്റിങ്ങിലും. പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ നീലാംബര സോങ് ഒക്കെ അവർ തമ്മിലുള്ളൊരു ഇതായിരിക്കാം ഭയങ്കര ഈസിയായി, കാരണം സീനും സോങ്ങും തമ്മിൽ മിക്സ് ചെയ്ത്. അതെ, ഒരു സാധാരണ ഒരു മ്യൂസിക് ഡയറക്ടർക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി വിഷമം വരും. കഷ്ടപ്പെട്ട് ചെയ്ത പല സാധനങ്ങളും മാറി അവിടെ സീക്വൻസ് പാട്ടിൽ കയറി വരുമ്പോൾ വിഷമം വരും. ഷാനതില്ല, വളരെ ഇതായിട്ട് ചെയ്യും. അതെ, ഷാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നതുകൊണ്ട് അത് ഓക്കെയാണ്. ഇപ്പോൾ പ്രീതേട്ടൻ 20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ 2-3 വർഷം വർക്ക് ചെയ്താൽ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്. അസിസ്റ്റ് ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ആൾക്കാരുണ്ട്. ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പ്രീതേട്ടൻ നേരത്തെ എന്തുകൊണ്ടാണ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാതിരുന്നതാണോ, അതോ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആലോചിക്കാതിരുന്നല്ല, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി അങ്ങനെ അധികം സ്ട്രെയിൻ എടുത്തിട്ടില്ല എന്നുള്ളതായിരിക്കും. കാരണം ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് അങ്ങനെ, പിന്നെ ഒരു സബ്ജക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആർട്ടിസ്റ്റിനോട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനൊന്നും അങ്ങനെ ഒന്നും നിൽക്കാതെ അതൊക്കെ ആയിരിക്കാൻ തോന്നുന്നു. ശരിക്കും ഒരു പടം ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല സ്ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മടിയായിരിക്കാം അതിൻ്റെ വേണ്ടി മാത്രമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം തിരക്കുണ്ടായിരുന്നു. ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടം, ഒരു ഷൂട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ പോലും നിൽക്കാതെ അങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് കാരണം എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രീതേട്ടൻ 2 മാസം കൂടുമ്പോൾ ഓരോ പടങ്ങളിൽ എല്ലാം, പിന്നെ ഇൻഡസ്ട്രിയിലുള്ള എന്നെ വടക്കൻ സെൽഫിയുടെ പോസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴൊക്കെ എല്ലാവരും പ്രീതേട്ടൻ്റെ ഫ്രണ്ട്സാണ്. സെൽഫി എന്തായി, പ്രീതത്തിൻ്റെ പടമാണ്, നന്നാവണം, എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത്രയധികം ഫ്രണ്ട്സ് പ്രീതേട്ടനുണ്ട്. അപ്പോൾ ഓരോരാൾ വിളിക്കുമ്പോഴും അല്ല, അത് ഞാൻ കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പടങ്ങൾ കുറേ ഉണ്ട്, അതിനൊക്കെ അസോസിയേറ്റ് വർക്ക് ചെയ്യാൻ. പക്ഷെ അത് എനിക്ക് ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ മര്യാദരാമൻ അവർ ആദ്യം ഇങ്ങനെ പ്ലാൻ വന്നപ്പം ശരിക്കും നമ്മളുടെ ഒപ്പം വന്നല്ല, അല്ലെങ്കിൽ സുരേഷ് നമ്മുടെ പടം വർക്ക് ചെയ്യാനും എന്നോട് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നാണ്. അത് അതിനു മുമ്പ് അവൻ്റെ പ്രോജക്റ്റ് പ്ലാനാണ് ഞാൻ അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത് രസമായിട്ട് തോന്നി അങ്ങനെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിൽ ഒരു ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ആ ഡയറക്ടർക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് അകത്തുള്ള ആളുകൾ ഇത്രയധികം പ്രാർത്ഥിക്കുന്നത് പ്രീതേട്ടന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല അത് പ്രാർത്ഥിക്കാന്നല്ല, അവരുടെ പ്രാർത്ഥനയുടെ ഇതായിരിക്കാം ഇത്രയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളത്. കാരണം എനിക്ക് നമ്മുടെ
സോങ് കൈക്കോട്ട് സോങ് ഫസ്റ്റ് നമ്മൾ എറണാകുളം ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തില്ലേ, നിവിനെ പോലീസ് ലാത്തിക്കൊണ്ട് എറിയണ സീൻ, അത് ഷൂട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ പോലീസ് ജീപ്പ് കൊണ്ടുവന്നത് നേരത്തെ സെറ്റിലൊക്കെ ഡ്രൈവ് ചെയ്തൊരു ചേട്ടനാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് കാണുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് അറിയണത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതോടാണ്. അപ്പോൾ പുള്ളി ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടൻ പടം ചെയ്യണമെന്ന് കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പുള്ളിൻ്റെ ഈ ഇതിന് ഹജ്ജിന് പോകുന്നതിന് വേറൊന്നും പറയില്ല, ഉംറയ്ക്ക് അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുള്ളി. അതിൻ്റെ ഏതോ ചേട്ടന്മാരോടൊക്കെ ക്ഷമയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞ് ചേട്ടന്മാരോട് ക്ഷമ പറഞ്ഞതിനെക്കാട്ടൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിന് പോകുമ്പോൾ പ്രീതേട്ടൻ പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിച്ച് അതുപോലെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത്രയും ആൾക്കാർ സപ്പോർട്ടുണ്ടല്ലേ എന്നുള്ളത്. അല്ല, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഷൈൻ ചേട്ടൻ, എബ്രിഡ് ഷൈൻ എന്നെ എപ്പോൾ കാണുമ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ ഈ സിനിമയുടെ എഴുത്തും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് നടക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ എപ്പോഴും ഭയങ്കര വെൽവിഷറാണ് പ്രീതേട്ടൻ്റെ. ബിജുവേട്ടൻ എന്നെ വിളിച്ച് ഒരു ദിവസം ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഉഴപ്പിപ്പോവും. അല്ലല്ല, പ്രീതേട്ടൻ ഒരു പടം ചെയ്യണമെന്ന് ഇവരെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അതിൽ സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല, ഒരുപാട് പേര് അങ്ങനെ. ഈ രജപുത്ര രഞ്ജിത്തേട്ടനൊക്കെ ആണെങ്കിൽ രഞ്ജിത്തേട്ടൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര ഇതായിട്ട്, അപ്പം അത്രയും ഗുഡ് വില്ലുള്ള ഒരാളാണ്. അല്ല എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലമുള്ള പോലെയാണ് നമുക്കിപ്പോൾ റിസൾട്ടും കിട്ടിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഉണ്ടാകാൻ പോകുന്നൊരു നഷ്ടമുണ്ട്. എൻ്റെ അടുത്ത പടത്തിന് എൻ്റെ കൂടെ ആരും നിൽക്കും എന്നുള്ള കാര്യം ഞാനിപ്പോൾ ആ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇനി പ്രീതേട്ടൻ അടുത്ത സിനിമയായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ നല്ല സുഹൃത്തുക്കളുടെ കൂടെ അവർക്കൊരു താങ്ങും തണലുമായി അടുത്ത സിനിമ ചെയ്യുന്നതിലുപരി എനിക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള കുറേ ഇതുണ്ട്. അവരുടെ പടങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പം ഷൈൻ്റെ അതിൻ്റെ അസോസിയേറ്റ് ഇല്ല, അസോസിയേറ്റ് വേറെ ആരാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ചാർട്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട്. അതുപോലെ എനിക്ക് വർക്ക് ചെയ്യാൻ അതോ താല്പര്യം. അപ്പോൾ പക്ഷേ എന്നാൽ വേറെ അടുത്തൊരു പ്രോജക്റ്റ് അത് അതിൻ്റെ വരും, അതായത് അതിൻ്റെ സമയമാകുമ്പോൾ വരില്ല. പ്രീതേട്ടൻ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടാലേ വരുള്ളൂ. അല്ല, അതിനുവേണ്ടി ഇത് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ ഇടയ്ക്ക് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ ഒരു രസമായിട്ട് തോന്നി. അല്ല, എനിക്കൊക്കെ അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. പ്രീതേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത 3 പടങ്ങളിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എൻ്റെ സ്വാർത്ഥതയോട് കൂടിയിട്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ തീർച്ചയായും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെ, ഇപ്പം നോർമലി ഒരു അടുത്ത സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞ് എന്നൊക്കെ അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്താൽ, പക്ഷെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാന്ന് പറയുന്നത് അതിന് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ. ഇപ്പോൾ നമ്മളുടെ ഷൂട്ടിന് തന്നെ സിജോ ആണെങ്കിൽ 2 ദിവസം വന്ന് നമ്മുടെ സോങ്ങിന് വന്നപ്പം അവനൊരു സിജോയ്ക്ക് ഭയങ്കര ഒരു അതെ, അത് നമ്മൾ ആ കാര്യം പറയാൻ വിട്ടുപോയി. അവനിപ്പോൾ ഓം ശാന്തി ഓശാന ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പ്രീതേട്ടൻ വർക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ വന്ന് ഞാൻ കോളേജ് സോങ്. അപ്പോൾ എനിക്ക് അത് ജൂഡ് വന്ന് വർക്ക് ചെയ്യുമ്പം നമുക്കും കുറേ നല്ല ഇത് കിട്ടും, അവനും ഒരു ഇത് കാരണം കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് ഇതാവട്ടെ എന്നുള്ളത്. അതേപോലെ വേറെ ഈ ഒരു അടുത്ത പടം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിനിടയ്ക്ക് അസിസ്റ്റ് ചെയ്യണതിനകത്ത് രസമായിട്ട് തോന്നി. അപ്പം നമ്മുടെ പടത്തിനൊരു നല്ല സ്റ്റാർട്ട് കിട്ടി പ്രീതേട്ടാ. ഇപ്പോൾ ഈസ്റ്റർ വിഷു ഒക്കെ ആയിട്ട് ഇനി ഒരുപാട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാനുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ സിനിമ കാണും, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? തീർച്ചയായും അതായത് നമ്മളുടെ സിനിമ അവരുടെ കൂടി ആവട്ടെ.